വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. തൃശൂർ പാവറട്ടിയിൽ 50ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു. പാവറട്ടി CKC ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റത്. ഉച്ചഭക്ഷണത്തിന് സ്കൂൾ വിട്ട സമയത്തായിരുന്നു കടന്നലുകളുടെ ആക്രമണം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ഉടൻ പാവറട്ടി സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. സംഭവത്തെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിന് അവധി നൽകി. കൊട്ടാരക്കരയിലും കടന്നലാക്രമണം. ഓയൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു. ചെറിയ വെള്ളിനെരൂരിലെ KPM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. 13 വിദ്യാർത്ഥികൾ ഓയൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സ്കൂളിന് സമീപത്തെ കടന്നൽക്കൂട്ടിൽ നിന്നുമാണ് ആക്രമണമുണ്ടായത്. സ്കൂൾ പ്രവൃത്തി ദിവസമായതിനാൽ രാത്രിയിൽ കടന്നൽക്കൂട് നശിപ്പിക്കുന്നതായി ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. താമരശ്ശേരിയിൽ യുവാവിന് വെട്ടേറ്റു. ചുങ്കം കലറക്കാംപൊയിൽ സ്വദേശി അക്ബറിനാണ് കൊടുവാൾ കൊണ്ട് വെട്ടേറ്റത്. ചുങ്കം ചെക്ക് പോസ്റ്റ് പരിസരത്തെ പള്ളിയിൽ നിന്നും ചെക്ക് പോസ്റ്റിലെ ചായക്കടയ്ക്ക് മുന്നിലെത്തിയപ്പോഴായിരുന്നു സംഭവം. താമരശ്ശേരി ഇരുമ്പിൻ ചീടക്കുന്ന് താമസിക്കുന്ന മുഹമ്മദാണ് കൊടുവാൾ കൊണ്ട് വെട്ടിയതെന്ന് അക്ബർ പോലീസിന് മൊഴി നൽകി. തലയ്ക്ക് വെട്ടേറ്റ അക്ബറിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം ചിതറയിൽ വടിവാളും വളർത്തുനായയുമായി അയൽവാസിയുടെ വീട്ടിൽ യുവാവിന്റെ അതിക്രമം. കിഴക്കുഭാഗം സ്വദേശി സജീവാണ് അതിക്രമം കാട്ടിയത്. നാട്ടുകാരെയും പോലീസിനെയും വെല്ലുവിളിച്ചായിരുന്നു പ്രകടനം. ഗേറ്റ് പൂട്ടി നായ്ക്കളെ തുറന്നുവിട്ടതോടെ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് മടങ്ങി. ഒരു കൈയിൽ വടിവാൾ, മറുകൈയിൽ വളർത്തുനായ. ഇങ്ങനെയാണ് കിഴക്കുംഭാഗം സ്വദേശി സജീവ് അയൽവാസി സുപ്രഭയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയത്. തന്റെ അച്ഛന്റെ പേരിലുള്ള വസ്തുവിലാണ് സുപ്രഭ താമസിക്കുന്നതെന്നും ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നുമായിരുന്നു സജീവന്റെ ആവശ്യം. ഒടുവിൽ പോലീസ് എത്തി സജീവനെ അനുനയിപ്പിച്ചു. ഇയാൾ സ്ഥിരം ശല്യക്കാരനാണെന്ന് നാട്ടുകാർ പറയുന്നു. പുള്ളിയുടെ കയ്യിൽ ഒരു വടിവാളും ഒരു നായയും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരെ നയിപ്പിച്ചു. പുള്ളിയെ സ്വന്തം വാഹനത്തിലെ പുള്ളി കയറുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിയുടെ വാഹനത്തിൽ തന്നെ പോലീസ് കയറാൻ അനുവദിച്ചു. പോലീസ് പുള്ളിയുടെ വാക്ക് വിശ്വസിച്ചു. പോലീസ് വണ്ടി എടുത്ത് മാറ്റിക്കൊടുത്തു. പക്ഷേ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം കണ്ണ് വെട്ടിച്ച് ഈ പ്രതി പട്ടിയും വടിവാളും വാഹനമായിട്ട് കടന്നു കളയാണ് ചെയ്തത്. സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും സജീവ് വഴങ്ങിയില്ല. വീട്ടിലെത്തി പിടികൂടാമെന്ന പദ്ധതിയും പാളി. 3 നായ്ക്കളെയും തുറന്നുവിട്ട ശേഷം സജീവ് വീട്ടിൽ കയറി കതകടച്ചു. ഇതോടെ പോലീസ് മടങ്ങി. ന്യൂസ് 18 കൊല്ലം. കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 100ഓളം രോഗികൾ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലാണ് വൻ ശബ്ദമുള്ള പടക്കങ്ങൾ പൊട്ടിച്ചത്. അത്യാഹിത വിഭാഗവും പ്രസവ വാർഡും പ്രവർത്തിക്കുന്ന പ്രധാന കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു കരിമരുന്ന് പ്രയോഗം. പത്തനംതിട്ടയിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ വാഹനം തടഞ്ഞ് കാട്ടാനകൾ. പത്തനംതിട്ട ഗവി റോഡിൽ ഇന്നലെ രാവിലെയാണ് കാട്ടാനക്കൂട്ടം വാഹനം തടഞ്ഞത്. 1.5 മണിക്കൂറോളം യാത്ര തടസ്സപ്പെട്ടു. KSRTC ബസ് എത്തിയതോടെയാണ് കാട്ടാനകൾ വഴിമാറിയത്. അല്ലേ അതിങ്ങനെ എടുപ്പിക്കാണ്ടി. പാലക്കാട് ധോണി മേഖലയിൽ ഭീതി പരത്തുന്ന PT7 എന്ന കാട്ടാനയെ പിടികൂടുന്നതിന് വയനാട്ടിൽ നിന്ന് വിദഗ്ധ സംഘമെത്തി. കാട്ടാനയെ പിടികൂടി വയനാട് മുത്തങ്ങയിലേക്ക്
കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ധോണിയിൽ തന്നെ പരിശീലനം നൽകാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഭരത്, വിക്രം എന്നീ കുങ്കിയാനകൾ ഉൾപ്പെട്ട 26 അംഗ എലഫന്റ് സ്ക്വാഡാണ് PT-7 എന്ന ആക്രമണ സ്വഭാവമുള്ള കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യവുമായി ധോണിയിലെത്തിയത്. കാട്ടാനയെ മെരുക്കാനുള്ള കൂട് നിർമ്മിച്ചതിന് ശേഷമാണ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടി സ്വീകരിക്കുക. കൂടിന്റെ നിർമ്മാണം ആരംഭിച്ചു. ആനയെ പിടികൂടി വയനാട് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. മുത്തങ്ങയിൽ കൂടും നിർമ്മിച്ചിരുന്നു. എന്നാൽ അത്രയും ദൂരം മയക്കുവെടിയേറ്റ കാട്ടാനയെ കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തിയതിനെ തുടർന്നാണ് ധോണിയിൽ തന്നെ കൂടൊരുക്കുന്നത്. ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അപ്പോൾ അത് നാളെ മുതൽ ആക്ച്വൽ പ്രോസസ്സ് തുടങ്ങും. അപ്പോൾ നോർമലി ഇതൊരു 4 to 5 days കംപ്ലീറ്റ് ക്രാള് ചെയ്യാനായിട്ടുള്ള ആവശ്യമുണ്ട്. ബിക്കോസ് ഈ വൈൽഡ് എലിഫൻറ്റ് നമ്മൾ ഇൻ കേസ് ക്യാപ്ചർ ചെയ്തിട്ട് അകത്തിടുമ്പോൾ അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ അതിലുള്ള ആവശ്യമുള്ള സ്ട്രെങ്ത് ആവശ്യമുള്ളത് കൊണ്ട് ഈ ക്രാൾ നല്ല ഉറപ്പുള്ള ക്രാൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ മീൻ ടൈം ഇന്ന് മുതൽ തന്നെ നമ്മുടെ RRT ടീമും വയനാട് RRT ടീമും നമ്മുടെ കുംതി ഇന്ന് വൈകിട്ട് മുതൽ തന്നെ അത് നമ്മുടെ ഈ PT-7 കംപ്ലീറ്റ്ലി നമ്മൾ മോണിറ്റർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്ത ഈ ക്രാള് പണി തീരുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ മോണിറ്ററിംഗ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫർദറുള്ള പ്രോഗ്രസ് നമ്മൾ തീരുമാനിക്കും. ആനയെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. കാട്ടാനയെ പിടികൂടാൻ വൈകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. CPM-ഉം മലമ്പുഴ MLA A. പ്രഭാകരനുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തി. BJP-യുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും നടന്നു. ന്യൂസ് 18 പാലക്കാട്. കൊല്ലത്ത് റെയിൽവേ ക്വാർട്ടേഴ്സിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അടിമുടി ദുരൂഹത. പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. കൊലപാതകമെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അപസ്മാരത്തെ തുടർന്ന് യുവതി മരിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി. തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് മരണം സംഭവിച്ചു എന്നറിയാതിരിക്കാൻ ഉമയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയെന്നും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. മറ്റാരെങ്കിലും കൊലപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഒരു സസ്പെക്ട് എന്ന് പറയുന്ന ഒരാളിപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം തീർത്ത് അങ്ങനെ ഒന്നും പറയാറായിട്ടില്ല. ഇറ്റ്സ് ഓൺഗോയിങ് പ്രോസസ്. എവിഡൻസ് കളക്ഷൻ ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഇന്ന് പോലീസ് ചെയ്യും. അപ്പം ഇറ്റ്സ് ഇൻ എ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ആഹാര സാധനം ശ്വാസകോശത്തിൽ കുടുങ്ങി മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടറുടെ പ്രാഥമിക വിലയിരുത്തൽ. തലയുടെ ഇരുവശത്തും മാറിലും മുറിവേറ്റ പാടുകളുണ്ട്. ഈ മുറിവുകൾ മരണകാരണമായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം. 29-ന് കാണാതായ ഉമയെ ഇന്നലെ രാവിലെയാണ് ആൾതാമസമില്ലാത്ത റെയിൽവേ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുവർഷത്തലേന്ന് കൊട്ടിയം പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഉമയുടെ ഫോൺ പ്രതി നാസിബിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് ഇയാളെ പോലീസ് പറഞ്ഞുവിട്ടു. കൊല്ലം ഈസ്റ്റ് പോലീസ് മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ നാസിബിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. ചാലക്കുടിയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ 12 ഹോട്ടലുകളിൽ പരിശോധന നടത്തി. 5 സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഇറച്ചി വിഭവങ്ങൾ, സാലഡുകൾ, ബിരിയാണി റൈസ്, പഴകിയ എണ്ണ, പൊറോട്ട തുടങ്ങിയവയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് നോട്ടീസും നൽകി. കായംകുളം നഗരസഭാ ആരോഗ്യ വിഭാഗം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടികൂടി. ദേശീയപാതയിൽ മുക്കട മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെയും റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ മുതൽ കുറ്റിത്തെരുവ് ജംഗ്ഷൻ വരെയുള്ള 13 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടികൂടിയത്. കോഴിക്കോട് കാരശ്ശേരിയിൽ പുതുവർഷാഘോഷത്തിന്റെ മറവിൽ അനധികൃത പാറ പൊട്ടിക്കൽ. പടക്കം പൊട്ടിക്കുന്നതിന്റെ മറവിൽ സ്ഫോടനം നടത്തിയാണ് പാറ പൊട്ടിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഫാത്തിമ എസ്റ്റേറ്റ് തോട്ടുമുക്കം റോഡിലെ മിൽമ ജംഗ്ഷനിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പുതുവർഷ രാത്രിയിൽ വ്യാപകമായി പാറ പൊട്ടിച്ചത്. ക്വാറികളിൽ ഉപയോഗിക്കുന്ന അത്യുഗ്ര സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പാറ പൊട്ടിച്ചത്. ക്വാറികൾക്ക് പ്രത്യേകമായ അനുമതിയോടെ മാത്രം ഉപയോഗിക്കാൻ അനുമതിയുള്ള സ്ഫോടക വസ്തുക്കളാണിത്.
ഇത് സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ ലഭിച്ചു എന്നതിൽ അന്വേഷണം ആരംഭിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സൂചനാ പണിമുടക്കിന്റെ ഭാഗമായാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തി. ദിവസവേതനം 1500 രൂപയാക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് നഴ്സുമാർ പങ്കെടുത്തു. കളക്ട്രേറ്റ് പടിക്കൽ നടന്ന ധർണ UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണെന്നും കേരളം കാണാൻ പോകുന്നത് സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കുമെന്നും ജാസ്മിൻ ഷാ വ്യക്തമാക്കി. മറ്റു വാർത്തകൾ നോക്കാം. തൃശൂർ കയ്പമംഗലത്ത് 60-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് മാല കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിൽ. കയ്പമംഗലം സ്വദേശി രാഹുലിനെയാണ് കയ്പമംഗലം SHO സുബീഷ് മോനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഈ മാസം 1-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുരിക്കുഴി 18 മുറിയിൽ താമസിക്കുന്ന സ്ത്രീയെ രാവിലെ 6:30-ന് വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച ശേഷം മാല കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാന്റീൻ അടച്ചുപൂട്ടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനാലാണ് നടപടി. കാസർഗോഡ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നടപടി. ജനറൽ ആശുപത്രിയിലെ ക്യാന്റീൻ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കറന്തക്കാട് സ്വദേശിയായ ക്യാന്റീൻ നടത്തിപ്പുകാരൻ ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ രേഖകളിൽ പ്രസവ വാർഡായതിനാൽ കെട്ടിടാനുമതി നൽകാനാകില്ലെന്ന് നഗരസഭ അറിയിക്കുകയായിരുന്നു. വൃത്തിഹീനമായ അന്തരീക്ഷമോ മറ്റ് സാഹചര്യങ്ങളോ ക്യാന്റീനിലില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി HMC അവർ വാടകയ്ക്ക് അല്ലെങ്കിൽ ടെൻഡർ ചെയ്തൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ നിലവിലുള്ള കെട്ടിടം എന്ന് പറയുന്നത് പഴയ പ്രസവ വാർഡാണ്. അതാണ് നമ്മുടെ നഗരസഭ അസസ്മെൻറ്റിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റാതിരുന്നത്. നിലവിൽ സൂപ്രണ്ട് അപേക്ഷ തന്നിട്ടുണ്ട് അതിൻ്റെ തരം മാറ്റി ലൈസൻസ് അനുവദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് ലൈസൻസ് നൽകുന്നതാണ്. കെട്ടിടം തരം മാറ്റി ആവശ്യമായ നികുതി അടയ്ക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസും എടുക്കണം. അതിനുശേഷം പരിശോധന നടത്തി ലൈസൻസ് നൽകാനാകുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. ചരിത്രപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനുള്ള പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു. മാർത്തോമാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഡിലോഷ്യസ് വലിയ തിരുമേനിയാണ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചത്. ഫെബ്രുവരി 12 മുതൽ 19 വരെയാണ് ഈ വർഷത്തെ കൺവെൻഷൻ. 1 ലക്ഷം പേർക്ക് ഇരിക്കുന്നതിനുള്ള പന്തലാണ് തയ്യാറാക്കുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.